ജെഇ മെയിൻസ് ഫൈനൽ റിസൾട്ടുകൾ ഔട്ടായിരിക്കുകയാണല്ലോ. ബ്രില്യൻറ്റിൽ നിന്ന് എക്കൊല്ലത്തെയും പോലെ തന്നെ ഇത്തവണയും മികച്ച റാങ്കുകൾ കരസ്ഥമാക്കിയ ഒട്ടനേകം വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. അതിൽ ഒരു മികച്ച പ്രതിഭയെ തന്നെ നമുക്കിന്ന് പരിചയപ്പെടാം, നെവിൻ സിബി. നെവിനോട് തന്നെ നെവിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കൺഗ്രാറ്റുലേഷൻസ് നെവിൻ. ഈ ഒരു സമയത്ത് എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ച നല്ല മാർക്ക് കിട്ടി. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ IIT എന്ന് പറയുന്ന ഒരു ഡ്രീമിനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ജെഇ മെയിൻസ് നമ്മുടെ ഫൈനൽ റിസൾട്ടുകൾ വന്നു. ഇനി മുന്നിലുള്ള കടമ്പ IIT എന്നൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻസ്ഡ് എക്സാമിനേഷനാണ്. സോ പ്രിപ്പറേഷൻസ് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നു. ബ്രില്യൻറ്റിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ബ്രില്യൻറ്റിൻ്റെ എക്സാം ഭയങ്കര നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അഡ്വാൻസ് നല്ല അറിയാൻ പറ്റുന്നു. ഓക്കെ, സോ അഡ്വാൻസ്ഡിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാം സിലബസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പം എന്തെങ്കിലും ഒരു പുതിയ സ്ട്രാറ്റജി പഠിത്തത്തിന് വേണ്ടിയിട്ട് മോൻ ഉപയോഗിച്ചു? കുറേ ഡിലീറ്റഡ് ടോപ്പിക് ഉണ്ടായിരുന്നു മെയിൻസിൽ. അതൊക്കെ ഇപ്പം വായിച്ചു നോക്കുന്നുണ്ട്. കെമിസ്ട്രിയിൽ കുറേ ഡിലീറ്റ് ടോപ്പിക്സ് പുതിയതായിട്ട് അഡ്വാൻസിന് മാത്രമുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്. അതൊക്കെ പഠിക്കാനുണ്ട്. ആണല്ലേ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചെയ്യുമോ? കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഫിസിക്സും മാത്സും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രി ഇൻസ്റ്റേറ്റ് നല്ലപോലെ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കമ്പാരിറ്റീവ്ലി ഈ 3 സബ്ജക്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മോന് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നതാണ്? ഇഷ്ടം മാത്സ് ആണ്, പക്ഷെ ചെയ്യാനൊക്കെ എളുപ്പം ഫിസിക്സ് ആണ്. മാത്സും ഫിസിക്സും കുഴപ്പമില്ല. കെമിസ്ട്രി കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര നല്ലതൊന്നല്ല. ഓക്കെ, സോ ഇപ്പം എൻജിനീയറിംഗ് എന്ന് പറയുന്നൊരു സ്വപ്നത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു ഡ്രീം വന്നത്? എനിക്ക് ഒരു 10ാം ക്ലാസ് തൊട്ട് എനിക്ക് IIT കയറാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻജിനീയറിംഗ് മേഖല ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ വീട്ടിലോ, അല്ലെങ്കിൽ ആരെങ്കിലും എൻജിനീയേഴ്സ് ഉണ്ടോ? ചേട്ടൻ ബിടെക് പഠിക്കാൻ 4th ഇയർ IIT സ്പേസ് ആൻഡ് ടെക്നോളജി. ചേട്ടനൊരു ഇൻസ്പിറേഷൻ ആണോ IIT അല്ലെങ്കിൽ നമുക്ക് എൻജിനീയറിംഗ് മേഖലയിലേക്ക്? ഓക്കെ, സോ പേരൻസ് എന്താ ചെയ്യുന്നത്? അച്ഛൻ പട്ടാളത്തിലായിരുന്നു, റിട്ടയർ ചെയ്തു. അമ്മ ഹൗസ് വൈഫ്. ഓക്കെ, സോ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി നല്ല സപ്പോർട്ടാണ്. എനിക്ക് ബ്രില്യൻറ്റ് മോഡൽ എക്സാമിന് ഇടയ്ക്കൊക്കെ മാർക്ക് കുറയും. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമിച്ച് വിളിക്കുമ്പോൾ ഒന്നും പറയത്തില്ല. ഓക്കെ, ഭയങ്കര സപ്പോർട്ടാണ്. പരീക്ഷ ഭയങ്കര പാട്. എൻ്റെ മെയിൻ ഷിഫ്റ്റ് എനിക്ക് നല്ല പാടായിരുന്നു. കുറേ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ്. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അതെ, ഇപ്പം നമുക്ക് ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ നല്ല സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആൻഡ് ഹൗ അബൌട്ട് ദ മെൻറ്റേഴ്സ്? ക്ലാസ് ടീച്ചർ ജോസഫ് സാറായാലും കോർഡിനേറ്റർ ബിജു സാറും അമൽ സാറും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എപ്പോൾ ഡൗട്ട് വന്നാലും അവരോട് പറഞ്ഞ് സാറും വരെ എത്തിക്കുമായിരുന്നു. ഡൗട്ടൊക്കെ സാർ വരെ ക്ലിയർ ചെയ്യുമായിരുന്നു. ഭയങ്കര നല്ല മോട്ടിവേറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് ഇതുവരെയുള്ള പഠനം മുന്നോട്ട് പോയിരിക്കുന്നത് അല്ലേ. ആൻഡ് നമ്മുടെ IIT എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഏതാണ് മോൻ്റെ ഒരു ഡ്രീം ക്യാമ്പസ്? എനിക്ക് ഏതെങ്കിലും ടോപ്പിക് ബോംബെ മറ്റേഴ്സ്, ഡൽഹിയിലെ IIT കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, നമ്മുടെ ടോപ്പ് 5 കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ഒരു IIT എന്നുള്ളതാണ് മോൻ്റെ ഒരു സ്വപ്നം. ഓക്കെ, സോ ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങനെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ജെഇ അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് വീണ്ടും കാണാം. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എല്ലാവിധ ആഗ്രഹങ്ങളും നടക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ് വൺസ് മോർ. താങ്ക് യു.